السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയ രണ്ട് മസ്അലകൾ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ആദ്യമായി കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത് റമളാനിൻ്റെ പകലിൽ, അതല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, അതല്ലെങ്കിൽ ചില റിവായത്ത് പ്രകാരം നോമ്പ് മുറിയുന്ന വല്ല കാര്യങ്ങളും ചെയ്തു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുതിമ്മ സൗമഹു, അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. കാരണം മറവി എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരടിമയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു. ഒരാൾ മറന്നുകൊണ്ടാണ് അയാൾക്ക് ഇതുപോലെ സംഭവിച്ചത് എങ്കിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല, അയാളുടെ പ്രവർത്തനം അള്ളാഹു പൊളിച്ചു കളയുകയില്ല. രണ്ടാമതായി നമ്മൾ വായിച്ച ഹദീസ്, റമളാനിൻ്റെ പകലിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അതിൻ്റെ ഗൗരവവും അത് സംഭവിച്ചു പോയാലുള്ള കഫാറത്തുമാണ്, പ്രായശ്ചിത്തവുമാണ്. ഈ വിഷയത്തിലുള്ള കഫാറത്ത് എന്നത് കഫാറത്തുൻ മുഗല്ലള, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കടുത്ത കഫാറത്താണ്. കാരണം റമളാനിൻ്റെ പകലിൽ ഇങ്ങനെയുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നത് പാടില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഹദീസിൽ വന്ന വ്യക്തി അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ സംഭവിച്ചു പോയ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയ ഒരാൾ വന്നപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിർദ്ദേശിച്ച 3 പ്രായശ്ചിത്ത നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് ഒരടിമയെ മോചിപ്പിക്കലാണ്. രണ്ടാമത്തേത് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. മൂന്നാമത്തേത് 60 സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. അഥവാ ഇതിൽ ആദ്യത്തേത് ഒരാൾക്ക് സാധ്യമല്ല എങ്കിൽ മാത്രമേ രണ്ടാമത്തേത് അയാൾക്ക് അനുവാദമുള്ളൂ. രണ്ടാമത്തതും ഒരാൾക്ക് സാധിക്കുകയില്ല, അയാൾക്ക് രോഗമുണ്ട്, പ്രയാസമുണ്ട്, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് അയാൾക്ക് കടക്കാൻ അനുവാദമുള്ളൂ. 3 കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഏതെങ്കിലും സ്വീകരിച്ചോളൂ എന്നല്ല, മറിച്ച് അതിൻ്റെ തർത്തീബിലാണ് അത് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അടുത്തതായി അദ്ദേഹം ഒരു അധ്യായമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാബുൻ അസ്സൗമു ഫിസ്സഫരി വഗൈരിഹി. അസ്സൗമു ഫിസ്സഫർ, സഫർ എന്നാൽ യാത്ര, യാത്രയുടെ സന്ദർഭത്തിലുള്ള നോമ്പും വഗൈരിഹി അതല്ലാത്ത നോമ്പുമായി ബന്ധപ്പെട്ട ചില മസ്അലകളുമാണ് ഈ അദ്ധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് അദ്ദേഹം ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന ഹംസത ഇബ്ന അംർ അൽ അസ്ലമിയ
ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅസൂമു ഫിസ്സഫരി വകാന കസീറ സിയാം ഫഖാല ഇൻ ശിഅത ഫസും വഇൻ ശിഅത ഫഅഫ്തിർ. ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, അവരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഹംസത്ത് ഇബ്നു അംർ അൽ അസ്ലമി എന്ന വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അഅസൂമു ഫിസ്സഫർ, നബിയെ യാത്രയിലായിരിക്കെ ഞാൻ നോമ്പെടുക്കണമോ? യാത്രയിലായിരിക്കെ ഞാൻ നോമ്പെടുക്കേണ്ടതുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, വകാന കസീറ സിയാം. ഈ വ്യക്തി ഹംസത്ത് ഇബ്നു അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന വ്യക്തി, അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ ശിഅത ഫസും, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ യാത്രയിൽ നീ നോമ്പെടുക്കുക. വ ഇൻ ശിഅത ഫഅഫ്തിർ, ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ നോമ്പ് മുറിച്ചു കൊള്ളുക, നോമ്പെടുക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ഒരു യാത്രക്കാരൻ റമളാനിൽ നോമ്പിൻ്റെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ ഹദീസിൽ ഉള്ള പാഠം. ഹംസ ഇബ്നു അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. അത് പ്രത്യേകമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയാനുള്ള കാരണം, അദ്ദേഹം യാത്രയിലായാൽ നോമ്പെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവുകയില്ല. കാരണം അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. നോമ്പുമായി അദ്ദേഹത്തിൻ്റെ ശരീരം ഇണങ്ങിയിട്ടുണ്ടാകും. അല്ലെ, ഒരുപാട് നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ പ്രയാസമുണ്ടാവുകയില്ല. അത് നോമ്പിൻ്റെ റമദാനിൽ തന്നെ നമുക്കത് കാണാം. ആദ്യത്തെ നോമ്പിന് തലയിറങ്ങും, ചിലപ്പോൾ വിശന്ന് വലഞ്ഞു പോകും. ഒരു 10 നോമ്പൊക്കെ ആകുമ്പോഴേക്കും നോമ്പുമായി നമ്മൾ നന്നായി ഇണങ്ങിയിട്ടുണ്ടാകും. ഏതാണ്ട് റമദാൻ അവസാനിക്കുമ്പോഴേക്ക് ഈ ഒരു അവസ്ഥ നമുക്ക് ശീലമായിട്ടുണ്ടാകും. പിന്നീട് നോമ്പ് കഴിഞ്ഞ്, ശവ്വാലിലെ നോമ്പൊക്കെ കഴിഞ്ഞ്, സാധാരണഗതിയിൽ നേരം വെളുത്ത് നമ്മൾ ചായ കുടിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. കാരണം ഒരുപാട് നാൾ പകൽ ഈ സമയത്ത് നോമ്പിലായിരുന്നു. എന്നതുപോലെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോമ്പുമായി നന്നായി ഇണങ്ങിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്, വകാന കസീറ സിയാം. അദ്ദേഹത്തിന് ധാരാളമായി നോമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ നോമ്പ് എടുക്കുന്നത് കൊണ്ട് യാത്രയിൽ പ്രശ്നമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ ശിഅത ഫസും, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ നോമ്പെടുത്തു കൊള്ളുക. വ ഇൻ ശിഅത ഫഅഫ്തിർ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ചു കൊള്ളുക. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ വിശാലതയുണ്ട്. ഒരാൾ യാത്രക്കാരനാണ്. യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ചെറിയ യാത്രയല്ല, ജംഉം ഖസ്റും ചെയ്യുന്ന നമ്മളെ യാത്ര ഉണ്ടല്ലോ, പൊതുവേ ഒരു യാത്രയായി പരിഗണിക്കപ്പെടുന്ന യാത്ര. അങ്ങനെയുള്ള യാത്രയിൽ ഒരാൾക്ക് നോമ്പെടുക്കാം, നോമ്പെടുക്കാതിരിക്കാം. അയാൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ ഹദീസിലുള്ള പാഠം. ഒരാൾ വിചാരിക്കുകയാണ്, യാത്രയിൽ എനിക്ക് പ്രയാസം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നില്ല, കുഴപ്പമില്ല. ഇനി ഒരാൾ വിചാരിക്കുകയാണ്, നോമ്പെടുക്കാം, പിന്നെ ഇത് ഖളാ കൂട്ടണ്ടേ എന്ന് കരുതി ഒരാൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചു, കുഴപ്പമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിലേതാണ് അഫ്ളൽ? ഏതാണ് അഫ്ളൽ? നോമ്പെടുക്കലാണോ നോമ്പെടുക്കാതിരിക്കലാണോ അഫ്ളൽ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാത്ര ചെയ്യുമ്പോൾ നോമ്പ് കൊണ്ട് പ്രയാസമുണ്ടാവുകയില്ല. ഇപ്പോൾ വിശപ്പ്, ദാഹം, യാത്രാക്ഷീണം, അതുകൊണ്ട് ഒരാൾ പ്രയാസപ്പെടുകയില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് ഉത്തമം. എത്ര യാത്ര ചെയ്താലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഴയതുപോലെയല്ല, വാഹനത്തിൽ നല്ല സൗകര്യത്തിലായിരിക്കും പൊതുവെ അൽഹംദുലില്ലാ നമ്മുടെ യാത്ര. നടന്നിട്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടോ പഴയ കാലത്തെ പോലെ വാഹന മൃഗത്തിൻ്റെ മേലെ കയറിയിട്ടോ അല്ലെങ്കിൽ
അതിൻ്റെ മൂക്ക് കയറ് പിടിച്ച് നടന്നിട്ടോ ഒന്നും ആയിരിക്കുകയില്ല. ഇന്ന് യാത്ര എളുപ്പമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരാൾക്ക് യാത്ര കൊണ്ട് പ്രയാസമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് അഫ്ളൽ. ഇനി ഒരാൾക്ക് യാത്ര കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും, യാത്ര കൊണ്ട് പ്രയാസമുണ്ടാകും എങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കലാണ് നല്ലത്. കാരണം നോമ്പെടുത്തിട്ട് ഒരു ശാരീരികമായ പ്രയാസമുണ്ടാവുക എന്നത് അയാൾക്ക് ഒഴിവാക്കാം. രണ്ടായാലും വിഷയത്തിൽ എളുപ്പമുണ്ട്, വിശാലതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയുന്ന കൂട്ടത്തിലാണ് ഇപ്രകാരം പറഞ്ഞത്: വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയായി അതല്ലെങ്കിൽ യാത്രയിലായി എങ്കിൽ അയാൾ മറ്റൊരു ദിവസം വിട്ടുപോയ നോമ്പ് എടുത്തു വീടിയാൽ മതി. അല്ലാഹു തആല എളുപ്പം നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. ഒരാൾ രോഗിയാണ്, നോമ്പെടുക്കാൻ പ്രയാസമുള്ള രൂപത്തിലുള്ള രോഗമാണ് ഒരാൾക്ക്, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അതുപോലെ തന്നെ യാത്രയുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതാണ് ഈ ഹദീസിൻ്റെ ഗുണപാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മസ്അല. ഒരാൾക്ക് യാത്രയിൽ നോമ്പെടുക്കാം, നോമ്പെടുക്കാതിരിക്കാം. അടുത്തതായി അദ്ദേഹം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. عن أنس بن مالك رضي الله عنه قال كنا نسافر مع النبي صلى الله عليه وسلم فلم يعب الصائم على المفطر ولا المفطر على الصائم. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു: കുന്ന നുസാഫിറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അഥവാ റമളാനിൽ നോമ്പിൻ്റെ പകലിൽ യാത്രയിലാവാറുണ്ട്. ഫലം യഅബി സായിമു അലൽ മുഫ്തിർ, എന്നാൽ ആ സന്ദർഭത്തിൽ നോമ്പുകാർ, നോമ്പെടുത്ത ആൾ നോമ്പ് മുറിച്ചവരെ, നോമ്പെടുക്കാത്തവരെ ആക്ഷേപിക്കാറില്ല. വലൽ മുഫ്തിറു അല സായിം, നോമ്പ് മുറിച്ചവർ നോമ്പെടുത്തവരെയും ആക്ഷേപിക്കാറില്ല എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ നമ്മൾ വായിച്ച ആ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസാണിത്. ഇപ്പോൾ യാത്രയിലായിരിക്കെ കൂടെയുള്ളവർ നോമ്പെടുത്തില്ല എന്ന് വിചാരിക്കുക, നമ്മളവരെ ആക്ഷേപിക്കേണ്ടതില്ല. എന്താണ് നോമ്പായിട്ട് നോമ്പെടുക്കാണ്ട് യാത്ര കുഴപ്പമില്ല, നോമ്പെടുക്കാനാണ് പ്രശ്നം ചോദിക്കേണ്ടതില്ല. ഹലാലായ യാത്രയാണോ, അള്ളാഹു അനുവദിച്ച രൂപത്തിലുള്ള യാത്രയാണോ, യാത്രക്കാരനായാൽ അയാൾക്ക് ഇളവുണ്ട്. അയാൾ നോമ്പെടുക്കാതിരുന്നാൽ ആക്ഷേപാർഹനല്ല. ഇനി ഒരാൾ നോമ്പെടുത്തു, എന്തിനാണ് നീ കഷ്ടപ്പെട്ടിട്ട് നോമ്പെടുത്തത്, യാത്രക്ക് ആകുമ്പോൾ നോമ്പ് മുറിക്കാലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ടതില്ല. മറിച്ച് അതിൽ വിശാലതയുണ്ട്. നോമ്പെടുക്കുന്നവനെടുക്കാം, എടുക്കാത്തവർക്ക് എടുക്കേണ്ടതില്ല. ആ വിഷയത്തിൽ എളുപ്പമുണ്ട്, വിശാലതയുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അടുത്തതായി മറ്റൊരു ഹദീസ്. عن أبي الدرداء رضي الله عنه قال خرجنا مع رسول الله صلى الله عليه وسلم في شهر رمضان في حر شديد حتى إن كان أحدنا ليضع يده على رأسه من شدة الحر وما فينا صائم إلا رسول الله صلى الله عليه وسلم وعبد الله بن رواحة. അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു: ഖറജ്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരിക്കൽ പുറപ്പെടുകയുണ്ടായി, അഥവാ യാത്ര പോവുകയുണ്ടായി. ഫീ ഷഹ്രി റമളാന, റമളാൻ മാസത്തിൽ. ഫീ ഹർറിൻ ഷദീദ്, കടുത്ത കഠിനമായ ചൂടുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. അഥവാ റമളാൻ മാസം നല്ല കടുത്ത ചൂടുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം
യാത്ര പുറപ്പെടുകയുണ്ടായി. ചൂടിൻ്റെ കാഠിന്യം അദ്ദേഹം വിവരിക്കുകയാണ്. ഹത്ത ഏതുവരെ ഇൻകാന അഹദുന ലയദഉ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ. ചൂടിൻ്റെ കാഠിന്യം കൊണ്ട്, കടുത്ത ചൂട് കാരണത്താൽ നമ്മിൽ ഒരാൾ തൻ്റെ കൈയെടുത്ത് തലയിൽ വെക്കുമാറ്, അത്രയും ചൂടുണ്ടായിരുന്നു. ചൂടിനെ പ്രതിരോധിക്കാൻ തലക്ക് കൈവച്ചുപോകുന്ന ചൂടാണ് എന്ന് ചുരുക്കം. വമാ ഫീനാ സായിമുൻ ഇല്ലാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും മാത്രമായിരുന്നു നോമ്പെടുത്തവർ. ബാക്കി ഒരാളും നോമ്പെടുത്തിരുന്നില്ല. ഈ ഹദീസിൽ നോമ്പുകാരനായിരിക്കെ ഇതുപോലെ കടുത്ത ചൂടുള്ള സന്ദർഭത്തിൽ യാത്ര പുറപ്പെട്ട ഒരു വിഷയമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് യാത്ര പുറപ്പെടാറുണ്ട്. ഇപ്പം ഈ യാത്രയെക്കുറിച്ച് ചില റിവായത്തിൽ നമുക്ക് കാണാം, ഫീ ബഅദി ഗസവാതിഹി, യുദ്ധത്തിനുള്ള പോക്കായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ഉള്ള യാത്രയായിരുന്നു. ഇപ്പോൾ റമളാനിൻ്റെ പകലിൽ നല്ല കടുത്ത ചൂടുള്ള സന്ദർഭത്തിൽ ഇതുപോലെ യാത്ര പുറപ്പെട്ടു പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോയപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും നോമ്പ് മുറിച്ചവരായിരുന്നു. ആരും നോമ്പെടുത്തിരുന്നില്ല, രണ്ടുപേരൊഴികെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുമായിരുന്നു നോമ്പെടുത്തിരുന്നത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ, പ്രയാസം ഉണ്ടായിരിക്കെ ഒരാൾ നോമ്പെടുത്തു എങ്കിൽ എന്താണ് ആ നോമ്പിൻ്റെ വിധി? അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മൾ മുന്നേ വായിച്ച രണ്ട് ഹദീസ് പ്രകാരം അഫ്ളൽ എന്താണ്? നോമ്പ് ഒഴിവാക്കലാണ്. നോമ്പ് ഒഴിവാക്കലാണ് അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. അതല്ലെങ്കിൽ അതാണ് ഉത്തമം. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊരു സഹാബിയും നോമ്പെടുത്തു. കടുത്ത ചൂടും നല്ല പ്രയാസവും ഉണ്ടായിരുന്നു. എല്ലാവരും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ രണ്ടുപേരും നോമ്പെടുത്തതായി അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത്. ഈ ഹദീസിനെ കുറിച്ച് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ സംഭവം തൊട്ടു മുന്നേ നമ്മൾ വായിച്ച രണ്ട് ഹദീസിൽ വന്നതുപോലെ യാത്രക്കാർക്ക് അള്ളാഹു നോമ്പ് മുറിക്കാൻ ഇളവ് നൽകുന്നതിന് മുന്നേ ഉള്ള സമയത്തായിരുന്നു. ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന ഒരു നിയമം വരുന്നതിന് മുന്നേ ആയിരുന്നു ഈ രണ്ടുപേരും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും ഇങ്ങനെ പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പെടുത്തിരുന്നത്. പിന്നീട് ആ നിയമം മാറുകയുണ്ടായി. പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല, മറിച്ച് നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ഹദീസ് വരികയുണ്ടായി. അപ്പം ഇത് ഈ നിയമം വരുന്നതിന് മുന്നേ സംഭവിച്ച ഒരു സംഭവമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രയാസം സഹിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും നോമ്പ് എടുക്കുകയുണ്ടായി. മറ്റൊരു ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. യാത്രയിലായിരിക്കെ ഫറഅ സിഹാമൻ വറജുലൻ ഖദ് ദുല്ലില അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയൊരാൾക്കൂട്ടം കാണുകയാണ്. സിഹാമൻ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം, ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്, തിരക്ക് ഇങ്ങനെ കാണുകയാണ്. ഖദ് ദുല്ലില അലൈഹി വറജുലൻ ഖദ് ദുല്ലില അലൈഹി. അതോടൊപ്പം ഒരു വ്യക്തി, അദ്ദേഹത്തിന് ചുറ്റുമാണ് ഈ ആളുകളൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്
വെയിൽ തട്ടാതിരിക്കാൻ അദ്ദേഹത്തിന് തണൽ വിരിച്ചതുപോലെ ഈ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു തിരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, എന്താണത്? ഖാലു, സഹാബത്ത് പറഞ്ഞു, സായിമുൻ, നോമ്പുകാരനാണ്. അഥവാ നോമ്പുകാരനായ ഒരു സഹാബി, അദ്ദേഹം ബോധം കെട്ടു വീണതാണ്. യാത്രയിൽ നോമ്പെടുത്തത് കാരണത്താൽ പ്രയാസം കൊണ്ട് അദ്ദേഹം ബോധരഹിതനായി തലറങ്ങി വീണു. അദ്ദേഹത്തിൻ്റെ ചുറ്റുമാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, കൂടി നിന്നിട്ടുള്ളത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫർ. ലൈസ മിനൽ ബിർ, നന്മയിൽപ്പെട്ടതല്ല അല്ലെങ്കിൽ നല്ലതല്ല, അസ്സിയാമു ഫിസ്സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് നന്മയിൽപ്പെട്ടതല്ല, നല്ലതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. അപ്പോൾ നേരത്തെ തൊട്ടു മുന്നേ നമ്മൾ വായിച്ച ഹദീസ് ഈ നിയമം വരുന്നതിന് മുന്നേ ആയിരുന്നു എന്ന വ്യാഖ്യാനം അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം നമ്മൾ വായിച്ച ഒരുപാട് ഹദീസുകളിലൊക്കെ ഉള്ളത് എന്താണ്? യാത്രക്കാരന് നിർബന്ധമില്ല, എടുക്കണമെങ്കിൽ എടുക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എന്നാണ്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കേണ്ടതില്ല, അഥവാ ഇത്രയും പ്രയാസം സഹിച്ച് ഒരാൾ നോമ്പെടുക്കേണ്ടതില്ല എന്നതാണ് പറയുന്നത്. വലി മുസ്ലിമിൻ, മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലുള്ള ഒരു റിവായത്തിൽ കാണാം, അലൈക്കും ബിറുഖ്സത്തില്ലാഹി അല്ലതി റഖ്ഖസ ലക്കും. അലൈക്കും ബിറുഖ്സത്തില്ലാ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇളവ് സ്വീകരിച്ചു കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇളവ് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഇത്രയും പ്രയാസപ്പെട്ട് നോമ്പെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തുകയോ പ്രശംസിക്കുകയോ അല്ല ചെയ്തത്, മറിച്ച് ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫർ എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമുക്കും ഇതുപോലെ നല്ല പ്രയാസമുള്ള യാത്രയുണ്ടെങ്കിൽ ക്ഷീണിക്കും, തലകറങ്ങും, ബുദ്ധിമുട്ടുണ്ടാകും, ആരോഗ്യപരമായ പ്രയാസങ്ങളുണ്ടാകും, ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. അതാണ് ഉത്തമം, അതാണ് വേണ്ടത്. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു മസ്അല നമുക്ക് കാണാം. ഒരാൾ ഇതുപോലെ പ്രയാസപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയിൽപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ യാത്രയിലുള്ള പ്രയാസകരമായ നോമ്പ് നോറ്റു എന്ന് വിചാരിക്കുക. ഒരാൾ നോമ്പെടുത്തു, ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതൊക്കെ നിരാകരിച്ചിട്ട് ഒരാൾ നോമ്പെടുത്തു എന്ന് വിചാരിക്കുക. എങ്കിൽ അയാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടുമോ? പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പ് സ്വീകരിക്കപ്പെടും. നോമ്പ് സ്വീകരിക്കപ്പെടും. നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്നത് നേരത്തെ പറഞ്ഞ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നില്ല. നന്മയിൽപ്പെട്ടതല്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പെടുക്കേണ്ടതില്ല. എന്നാൽ ഒരാൾ നോമ്പെടുത്തു എന്ന് വിചാരിക്കുക, പക്ഷേ അയാൾക്ക് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ അയാൾക്ക് ഏറ്റവും ഉത്തമം എന്തായിരുന്നു? നോമ്പ് ഉപേക്ഷിക്കലാണ്, നോമ്പ് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് ഉത്തമം. നോമ്പ് എടുക്കാതിരിക്കലാണ് ഉത്തമം. നോമ്പ് എടുക്കൽ നന്മയിൽപ്പെട്ടതല്ല, നല്ലതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് സഹോദരങ്ങളെ, പ്രയാസം ഉണ്ടാക്കുക എന്നത് ദീനിൽ പൊതുവെ അനുവദിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നോമ്പിൻ്റെ വിഷയം പറയുമ്പോൾ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ കാണാം, യുരീദുല്ലാഹു
ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയ ഇളവ് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കാരം 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യാത്രയിൽ ചുരുക്കി 2 നിസ്കരിക്കുന്നത്. അതും ഒരു സമയത്ത് 2 വക്ത് നിസ്കാരം നിസ്കരിക്കാം. ഇപ്പോൾ ളുഹറിന് ളുഹറും അസുറും കൂടി നിസ്കരിക്കാം, ചുരുക്കി നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് അസുറിൻ്റെ സമയത്താണെങ്കിലോ ആ സമയത്ത് ളുഹറും അസുറും നിസ്കരിക്കാം, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. ജംഉ തഖ്ദീമും ജംഉ തഅഖീറും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്ര എന്നത് പൊതുവേ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ആ യാത്രയിൽ കൂടുതൽ പ്രയാസം ഏറ്റുവാങ്ങുക എന്നുള്ളത് ഒഴിവാക്കലാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇളവുകൾ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരാൾ യാത്രയിൽ നാട്ടിലുള്ള സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ ഇമാം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. ഇപ്പോൾ ഒരാൾ യാത്രക്കിടയിൽ ഒരു മസ്ജിദിൽ ജമാഅത്തിന് പങ്കെടുത്തു, ആ ഇമാം 4 റക്അത്താണ് നിസ്കരിക്കുന്നത്, അപ്പോൾ നമ്മളും 4 തന്നെ നിസ്കരിക്കണം. അത് നമുക്കിന് അവസാനത്തെ റക്അത്താണ് കിട്ടിയത് എങ്കിൽ കൂടി നമ്മൾ എന്ത് വേണം, ഇമാം നിസ്കരിച്ച ആ നിസ്കാരം തന്നെ നിസ്കരിക്കണം, 4 തന്നെ നിസ്കരിക്കണം. എനിക്ക് ഖസ്റാക്കാലോ എന്ന് പറഞ്ഞ് 2 നിസ്കരിച്ചാൽ പോരാ. അല്ലാതെ ഒരാൾ യാത്രക്കിടയിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് 2 നിസ്കരിച്ചാൽ മതി. അപ്പോൾ ഒരാൾ പറയുകയാണില്ല 4 തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവും. പക്ഷെ ആൾക്ക് അഫ്ളൽ ഏതാണ്? 2 നിസ്കരിക്കലാണ്. കാരണം അലൈക്കും ബിറുഖ്സത്തില്ലാഹി അല്ലതി റഖസ ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ എളുപ്പം, അത് നിങ്ങൾ ഇളവുകൾ അത് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് അള്ളാഹു നൽകിയതാണ്. അതാണ് അലൈക്കും ബിറുഖ്സത്തില്ലാ അല്ലതി റഖസ ലക്കും. അള്ളാഹു നിങ്ങൾക്ക് റുഖ്സയായി നൽകിയ, ഇളവായി നൽകിയിട്ടുള്ള ഇളവ് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അത് കൽപ്പനയാണ്. ഒരാൾ 4 നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ നിസ്കാരം ശരിയാവും. അതാണ് ഈ മസ്അല. നമുക്കതിനോട് ഖിയാസ് ചെയ്യാം. ഒരാൾ പ്രയാസപ്പെട്ട് നോമ്പെടുത്താൽ നോമ്പ് സ്വീകരിക്കപ്പെടും. പക്ഷേ ഉത്തമം ഏതായിരുന്നു? നോമ്പ് എടുക്കാതിരിക്കലാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതാണ് സഹോദരങ്ങളെ ആ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഒരാൾ ഈ രൂപത്തിൽ തലയിറങ്ങി വീഴുന്ന രൂപത്തിൽ, ബോധം കെട്ട് വീഴുന്ന രൂപത്തിൽ നോമ്പ് എടുക്കേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞത്. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിസ് സഫരി. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. ഫമിന്ന സ്സായിമു വമിന്നൽ മുഫ്തിറു. നമ്മുടെ കൂട്ടത്തിൽ നോമ്പെടുത്ത ആളുകളും ഉണ്ടായിരുന്നു, നോമ്പ് ഉപേക്ഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫനസൽന മൻസിലൻ ഫി യൗമിൻ ഹാരിൻ. അങ്ങനെ നമ്മൾ യാത്രക്കിടയിൽ നല്ല കഠിനമായ ചൂടുള്ള ദിവസമായിരുന്നു. ഒരു സ്ഥലത്ത് ഇറങ്ങുകയുണ്ടായി. വ അക്സറുനാ ദില്ലൻ സാഹിബുൽ കിസാഇ ഫമിന്നാ മൻ യത്തഖി ശംസ ബിയദിഹി. നമ്മുടെ കൂട്ടത്തിൽ വെയിലിനെ തടുക്കാൻ, തണലിടാൻ സാധിക്കുന്ന രൂപത്തിൽ തുണിക്കഷ്ണമുള്ള ആളുകൾ അങ്ങനെ തണൽ സ്വീകരിച്ചിരുന്നു. എന്നാൽ വേറെ ചില ആളുകൾ, അതില്ലാത്ത ആളുകൾ സൂര്യൻ്റെ ചൂട് തങ്ങളുടെ കൈകൾ കൊണ്ട് തടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യാത്രക്കിടയിൽ അവരിറങ്ങിയപ്പോൾ നോമ്പുകാരുണ്ടായിരുന്നു, നോമ്പെടുക്കാത്തവരുണ്ടായിരുന്നു. ചില ആളുകളെടുത്ത് തണൽ വിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? തുണിക്കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. വേറെ ചില ആളുകൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തലക്ക് കൈവച്ചു പോയി. ആ ജാതി ചൂടായിരുന്നു എന്ന് ചുരുക്കം. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫസഖത സുവ്വാമു.
അപ്പോഴാണ് നോമ്പുകാരായ ആളുകൾ ബോധരഹിതരായി വീണുപോയത്. ചൂട് സഹിക്ക വയ്യാതെ അവരെന്ത് ചെയ്തു? ബോധം കെട്ട് വീണുപോയി, തലയിറങ്ങി വീണുപോയി. വഖാമൽ മുഫ്തിറൂന ഫളറബുൽ അബ്നിയത വസഖൗർ റികാബ. ഈ അവസരത്തിൽ നോമ്പെടുക്കാത്ത ആളുകൾ അവർ അപ്പോൾ തന്നെ തമ്പടിക്കുകയും ഒട്ടകത്തിൻ്റെ പാല് കറന്ന് ഈ ബോധം കെട്ട് വീണുപോയ നോമ്പുകാരായിരുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അവരെ ശുശ്രൂഷിച്ചു, നല്ല രൂപത്തിൽ അവരെ പരിപാലിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബൽ മുഫ്തിറൂനൽ യൗമ ബിൽ അജ്ർ. നോമ്പ് മുറിച്ച നോമ്പെടുക്കാതിരുന്ന ആളുകൾ ഇന്നേ ദിവസത്തെ പ്രതിഫലവുമായി മുൻകടന്നു പോയിരിക്കുന്നു. നോമ്പെടുക്കാത്ത ആളുകൾ ഈ ദിവസത്തെ പ്രതിഫലവുമായി കടന്നു പോയിരിക്കുന്നു. ഇവിടെ ആർക്കാ കൂടുതൽ പ്രതിഫലം കിട്ടിയത്? നോമ്പ് മുറിച്ച ആളുകൾക്കായിരുന്നു. അവരെന്ത് ചെയ്തു? നോമ്പുകാരായി വീണുപോയ ആളുകളെ സഹായിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയും തണലിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ ദിവസത്തെ പ്രതിഫലം അവർ കൊണ്ടുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഹദീസിലും എന്താണ് അറിയിക്കുന്നത്? യാത്രയിൽ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. നോമ്പ് പ്രയാസം സഹിച്ചുകൊണ്ട് എടുക്കേണ്ടതില്ല. ഇപ്പം നോമ്പുകാർ ബോധരഹിതരായി വീണപ്പോൾ നോമ്പില്ലാത്ത ആളുകളാണ് അവരെ സഹായിച്ചത്. എല്ലാവരും നോമ്പുകാരായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എല്ലാവരും ബോധം കെട്ട് മേലോട്ട് നോക്കേണ്ടി വരും, സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഈ ആളുകളാണ് അവിടെ ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആ സഹായിച്ചത് കാരണത്താൽ, തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്തത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബൽ മുഫ്തിറൂനൽ യൗമ ബിൽ അജ്ർ. ഇന്നേ ദിവസം നോമ്പ് മുറിച്ച ആളുകൾ പ്രതിഫലവുമായി കടന്നുപോയിരിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ പ്രതിഫലം നൽകി എന്ന് ചുരുക്കം. ഈ ഹദീസുകളൊക്കെ സഹോദരങ്ങളെ, എത്ര ഹദീസുകൾ നമ്മൾ വായിച്ചു? 5 ഹദീസുകൾ വായിച്ചു. ഈ 5 ഹദീസുകളും യാത്രക്കാരുടെ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഇതിൻ്റെ 5 ഹദീസുകളുടെയും ഫൽഖുലാസ് എന്താണ്? ആകത്തുക എന്താണ്? ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണപാഠം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള വിശാലതയുണ്ട്. അതാണ് ഇതിൽ ഒന്നാമത്തെ പാഠം, വിശാലതയുണ്ട്. ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഅഫ്തിർ. അതാണ് ആദ്യത്തെ ഹദീസ്. നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാം. അദ്ദേഹത്തോട് അത് പറയാനുള്ള കാരണം, ഈ വായിച്ച ഹദീസുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവിടെ അത് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? വകാന കസീറ സിയാം. അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം. എന്നാൽ പിന്നീട് നമ്മൾ വായിച്ച ഹദീസുകളിലൊക്കെ എന്താ ഉള്ളത്? കൂടുതലും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നോമ്പ് എടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാത്രക്കാർക്ക് നോമ്പെടുക്കാം, നോമ്പെടുക്കാതിരിക്കാം. അപ്പോൾ നോമ്പെടുത്ത ആളുകളെ നോമ്പെടുക്കാത്ത ആളുകൾ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. തിരിച്ചും അങ്ങനെയായിരുന്നു, സഹാബത്തിനിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം ഇത് തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നോമ്പെടുത്ത ആളുകളുണ്ടാവും, നോമ്പെടുക്കാത്ത ആളുകളുണ്ടാവും. പരസ്പരം ആക്ഷേപിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ വായിച്ച ഹദീസുകൾ എന്താണ്? പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പ് എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല, മറിച്ച് നോമ്പ് ഉപേക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ് ഇതിനൊക്കെ ഉള്ള തെളിവ്. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗി ആവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റൊരു ദിവസം അയാൾ നോമ്പെടുത്ത് പൂർത്തീകരിച്ചാൽ മതി. ഒരാൾക്ക് നോക്കാം അയാളുടെ ആരോഗ്യാവസ്ഥ, യാത്രയുടെ ദൂരം,
ഇപ്പോൾ ചില ആളുകൾ ഗൾഫിലേക്കുള്ള യാത്രയായിരിക്കും, ഒരു രാജ്യം മറികടന്നിട്ട് പോകുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാ പ്രയാസമുണ്ടോ? ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാൾ ഫ്ലൈറ്റ് കയറുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്തി, അവിടുന്ന് നേരെ വിമാനത്തിൽ കയറിയിരുന്നാൽ അപ്പുറത്തെത്തി. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബോധം കെട്ട് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവുകയോ ഇല്ല, സാധ്യത കുറവാണ്. അപ്പോൾ അയാൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, അതാണ് അയാൾക്ക് നല്ലത്. കാരണം പിന്നീട് അത് ഖളാ കൂട്ടേണ്ടതില്ല. അതോടുകൂടി എന്തായി, അയാൾക്ക് നോമ്പ് അങ്ങനെ തുടർന്ന് പോകാം, ഇടയിൽ മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ല, ഒരാൾ നാട്ടിലുള്ള സുദീർഘമായൊരു യാത്ര എന്ന് വിചാരിക്കാം, ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് ദൂരെ യാത്രയാണെങ്കിൽ അയാൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ യാത്ര പോകുമ്പോൾ ദാഹവും വിശപ്പും പ്രയാസമൊക്കെ കൊണ്ട് ബോധം കെട്ട് പോവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ എന്ന് അയാൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കലാണ് അയാൾക്ക് നല്ലത്. ഇനിയല്ല, വളരെ എളുപ്പത്തിൽ പ്രയാസമൊന്നുമില്ലാതെ അയാൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം, യാത്ര ഇയാളെ ബാധിക്കുന്നേ ഇല്ല എന്നതാണെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ യാത്രയും യാത്രയുടെ ദൂരവും യാത്ര ചെയ്യുന്ന സാഹചര്യവും ഒക്കെ പരിഗണിക്കാം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക. ഇതിൽ വിശാലത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്, വിശാലത നൽകിയിട്ടുണ്ട്, എളുപ്പം നൽകിയിട്ടുണ്ട്. ഒരാളും പ്രയാസപ്പെടേണ്ടതില്ല, കഷ്ടപ്പെടേണ്ടതില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകെ തുക. അടുത്തതായി നേരത്തെ നമ്മൾ തലക്കെട്ട് വായിച്ചില്ലേ, ബാബുൻ അസ്സൗമു ഫിസ്സഫരി വഗൈരിഹി, യാത്രക്കാരൻ്റെ യാത്രയിലെ നോമ്പും പിന്നെ അതല്ലാത്ത ചില മസ്അലകളുമാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായി മറ്റൊരു വിഷയമാണ്. عن عائشة رضي الله عنها قالت كان يكون علي الصوم من رمضان فما أستطيع أن أقضي إلا في شعبان. عائشة رضي الله عنها رواية ചെയ്യുന്നു, അവർ പറഞ്ഞു, كان يكون علي الصوم من رمضان, എനിക്ക് റമളാൻ മാസത്തിലെ നോമ്പ് ഖളാ വീട്ടാൻ ഉണ്ടാവാറുണ്ട്. റമളാനിൽ നോമ്പ് വിട്ടുപോകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവരുടെ അവസ്ഥകൾ, ആർത്തവ കാലഘട്ടമുണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നോമ്പ് വിട്ടുപോകും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കും നോമ്പ് റമളാനിൽ വിട്ടുപോകാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ, എന്നിട്ട് അവർ പറഞ്ഞു, എന്നാൽ എനിക്ക് ആ വിട്ടുപോയ നോമ്പുകൾ ശഅബാനിലല്ലാതെ ഖളാ വീട്ടാൻ സാധിക്കാറില്ലായിരുന്നു. ഇവിടെ റമളാനിൽ ഒരാൾക്ക് നോമ്പ് വിട്ടുപോയാൽ ഏത് കാരണം കൊണ്ട്, ശർഈയായ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് നോമ്പ് വിട്ടുപോയി എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, അപ്പോൾ അയാൾ ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട മസ്അലയാണ് ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഖളാ ഉണ്ടാവാറുണ്ട്. ഇത് പൊതുവെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവാറ് പതിവാണ്. മിക്ക സ്ത്രീകളിലും ഈ ഒരവസ്ഥ ഉണ്ടാകും. ഒരാൾക്ക് നോമ്പ് റമളാനിൽ വിട്ടുപോയാൽ അയാൾ വേഗത്തിൽ ഖളാ വീട്ടുക എന്നതാണ് ആവശ്യം, അനിവാര്യമായിട്ടുള്ളത്, നിർബന്ധമായിട്ടുള്ളത്. കാരണം വേഗത്തിൽ ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ, അതിനു മുന്നേ ഒരാൾ മരിച്ചുപോയാൽ ആ നോമ്പ് ബാധ്യതയായി അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേഗത്തിൽ ഖളാ വീട്ടലാണ് അനിവാര്യമായിട്ടുള്ളത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ അടുത്ത റമളാനിൻ്റെ തൊട്ടു മുന്നത്തെ മാസമാണ് ഇത്, ശഅബാൻ. അപ്പോൾ ആ മാസത്തിലായിരുന്നു അവർ ഖളാ വീട്ടിയിരുന്നത്. ചില റിവായത്തിൽ കാണാം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വൈകിപ്പിച്ചത്. വെറുതെ മനഃപൂർവ്വം അങ്ങനെ വൈകിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അവിടുത്തെ സഹായിക്കാനും അവിടുത്തെ കാര്യങ്ങളിൽ തിരക്കിലായി പോകുന്നത് കൊണ്ടാണ്. ചില റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ നോക്കാനും അവിടുത്തേക്ക് വേണ്ടിയുള്ള ഖിദ്മത്തിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ പരിഗണിക്കുന്ന കാര്യത്തിൽ അങ്ങനെ അവർ വ്യാപൃതയാകുന്നത് കൊണ്ടാണ് ശഅബാന് വരെ എത്തിച്ചേരുന്നത്. അതല്ലാതെ അലസമായി നോമ്പ് ഖളാ വീട്ടാതെ വിട്ടുപോകുന്നതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ശഅബാൻ മാസത്തിലായിരുന്നു ഖളാ വീട്ടിയിരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോമ്പ് രോഗം കൊണ്ടോ നേരത്തെ പറഞ്ഞ യാത്ര കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഏതവസ്ഥയിലും ഒരാൾക്ക് ഖളാ വീട്ടാൻ ബാക്കിയുണ്ട് എങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം? വേഗത്തിൽ ഖളാ വീട്ടണം. അതല്ല എങ്കിൽ ഒരാൾക്ക് പോയാലും ഏതുവരെ പോകാം? ശഅബാൻ വരെ പോകാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ പാടുള്ളതല്ല. ശഅബാൻ അവസാനിക്കുമ്പോഴേക്കും കഴിഞ്ഞ റമളാനിലെ വിട്ടുപോയ നോമ്പുകളെല്ലാം പൂർത്തീകരിക്കപ്പെടണം. പൊതുവെയുള്ള നിയമം ഇതാണ്. എന്നാൽ അതിൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർക്ക് ചില ഇളവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. പൊതുവെ ഉള്ള നിയമം ഇതാണ്: ഒരാൾ അവസാനം അയാൾക്ക് ശഅബാന് വരെ പോകാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് നോമ്പ് നീട്ടിക്കൊണ്ടുപോകാൻ അനുവാദമില്ല. അങ്ങനെ ഒരാൾ അടുത്ത റമളാന് വരെ എത്തിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി അയാൾ തൗബ ചെയ്യണം, തൗബ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അയാളെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു കഫാറത്ത് കൂടി, പ്രായശ്ചിത്തമായി ഭക്ഷണം കൂടി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ പല ചർച്ചകളും ആ വിഷയത്തിലുണ്ട്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അലസമായി നോമ്പ് ഖളാ ബാക്കി വെക്കുക എന്നത് ശരിയല്ല. വേഗത്തിൽ ഖളാ വീട്ടേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. മറ്റൊരു ദിവസം നോമ്പെടുത്ത് വീടിയാൽ മതി. അത് നാളെ തന്നെ എടുത്ത് വിടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. പിന്നെയോ മറ്റൊരു ദിവസം, അത് അടുത്ത റമളാനിന് മുന്നേ വരെ ഒരാൾക്ക് അവസരമുണ്ട്. അടുത്ത റമളാനിന് മുന്നേ വരെ ഒരാൾക്ക് സമയമുണ്ട്. ഏകദേശം എത്ര മാസമുണ്ട്? 11 മാസത്തോളം ഒരാൾക്ക് ഖളാ വീട്ടാനുള്ള സമയമുണ്ട്. ഒരാൾക്ക് 2 3 അല്ലെങ്കിൽ 5 7 10 ഒക്കെ നോമ്പ് വിട്ടുപോയി എന്ന് വിചാരിക്കുക. അയാൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ സുഖസുന്ദരമായി എടുത്തു വീട്ടാം. ഒരു മാസത്തിൽ 2 നോമ്പ് വെച്ചെടുത്താൽ തന്നെ അടുത്ത ശഅബാൻ എത്തുമ്പോഴേക്കും പൂർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് റമളാനിലെ ബാക്കിയുള്ള നോമ്പ് ശഅബാനിലാണ് എടുത്തു വിടാൻ സമയം ലഭിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിൽ തിരക്കിലാകുന്നത് കൊണ്ടാണ്. മാത്രമല്ല ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ശഅബാനിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു, ധാരാളമായി നോമ്പെടുത്തിരുന്നു. ആ സമയം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ തിരഞ്ഞെടുത്തതാണ്. ആ സമയത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നോമ്പാണ്. ഒരുമിച്ച് നോമ്പെടുത്താൽ പ്രയാസമുണ്ടാവുകയില്ല എന്ന നിലക്കായിരിക്കണം. ഇവിടെ മറ്റൊരു മസ്അലയുള്ളത് സഹോദരങ്ങളെ, നോമ്പ് ഖളാ വീട്ടുമ്പോൾ തുടർച്ചയായി ഖളാ വീട്ടേണ്ടതുണ്ടോ അതല്ല ഇടവിട്ടെടുത്താൽ മതിയോ? പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, റമളാൻ തുടർച്ചയായിട്ടാണല്ലോ, ഒരു മാസം തുടർച്ചയായിട്ടാണ് എന്നതുപോലെ തന്നെ ഒരാൾ ഖളാ വീട്ടുമ്പോൾ തുടർച്ചയായി തന്നെ ഖളാ വീട്ടണം. ഒരാൾക്ക് ഒരാഴ്ചത്തെ നോമ്പുണ്ടെന്ന് വിചാരിക്കുക, ഒരാഴ്ച തുടർച്ചയായിട്ട് തന്നെ അത് ഖളാ വീട്ടണം എന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. കാരണം റമളാന് അങ്ങനെയാണ്. അതുകൊണ്ട് ഖളാ വീട്ടുന്ന സന്ദർഭത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം.
എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം അങ്ങനെ തുടർച്ചയായി തന്നെ നോമ്പെടുക്കണം എന്ന് നിർബന്ധമില്ല. തുടർച്ചയായി ഖളാ കൂട്ടണം എന്നത് നിർബന്ധമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം ആ വിട്ടുപോയ നോമ്പ് എടുത്തു വിടാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്, ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അല്ലാഹു വിശാലത നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് സൗകര്യമുള്ളതുപോലെ നോമ്പ് എടുത്തുവിടാം. ഇപ്പോൾ 11 മാസങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ എടുത്തു വിടിയാൽ അതാണ് ഏറ്റവും നല്ലത്. റമദാൻ കഴിഞ്ഞു അടുത്ത മാസത്തിൽ തന്നെ എടുത്തു വിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. അതല്ല ഒരാൾക്ക് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മാസം അവസാനം ശഅബാൻ വരെ നീട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ വിശാലത നൽകിയിട്ടുണ്ട്. അതാണ് സഹോദരങ്ങളെ ഈ ഹദീസ് അറിയിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലുള്ള സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ പല ആളുകളും മറന്നുപോയിട്ടുണ്ടാവും. നോമ്പ് ബാക്കിയുള്ളത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇത് റജബാണ്, അടുത്ത മാസം ഷാബാൻ. ആ ഷാബാൻ മാസം കൊണ്ട് എടുക്കാനുള്ള നോമ്പ് എടുത്തു വിടാൻ നമ്മൾ ഓർമ്മപ്പെടുത്തണം, പറഞ്ഞു കൊടുക്കണം. മറന്നുപോയവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാ ഇങ്ങനെ ഷാബാൻ ആയിട്ടുണ്ട്, എടുത്തു വിടാനുള്ള നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ വേഗത്തിൽ എടുത്തു വിടണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും സ്ത്രീകൾ തിരക്കിലായിരിക്കും, അവർക്ക് മറവി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സ്ത്രീകളും കേൾക്കുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. എടുത്തു വിടാനുള്ള നോമ്പുണ്ടെങ്കിൽ വേഗത്തിൽ എടുത്തു വിടുക. അതല്ലാതെ അടുത്ത റമദാനായി പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗബ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങണം. അതോടൊപ്പം ഖളാ കൂട്ടണം. അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുദ് നൽകണം, ഭക്ഷണം നൽകണം, കഫാറത്ത് നൽകണം എന്നുവരെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ചില ഹദീസുകളുണ്ട് ആ ബാബിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ രേഖപ്പെടുത്തുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ ദീനിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.